ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. ഇപ്പോൾ സമയം ഒരു 4 മണി 5 മണി ആ ഒരു ടൈമാണ് കേട്ടോ. വൈകുന്നേരമാണ്. അപ്പോൾ കുട്ടികൾക്കിന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 4 മണിയൊക്കെ ആയാലാണ് അവരെ വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഫെല്ലു അവിടെ നമസ്കരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളും ഞാനും ഉണ്ണിയപ്പം ചായയൊക്കെ കുടിച്ചു. ഞാൻ കുറച്ച് രാവിലത്തെ കുറച്ച് പുട്ടും ബീഫ് കറി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മുന്നിലുള്ള പാടത്തോട്ട് വന്നതാണ്. നല്ല കാറ്റാണ് കേട്ടോ. കുറച്ച് നേരം ആ ഒരു പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. അപ്പോൾ ഞാൻ അജുനെയും കൊണ്ട് ഞാൻ നമ്മുടെ പാടത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരങ്ങളിൽ മിക്കവാറും ദിവസം ഞാനും അജു ഇവിടെ തന്നെ ആയിരിക്കും. നല്ല ഫീലാണ് കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കറുത്തൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട്. അതിന്മേൽ കുറച്ചൊക്കെ കറുത്ത ഉണ്ട് കേട്ടോ. കുറേ വള്ളിയൊക്കെ പടർന്നിട്ട് നമുക്കത് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ മരുവ് ഭാഗമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ചോറ് കൊടുത്തു. എന്നിട്ട് ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയാണ് കേട്ടോ. ഫെല്ലുക്ക് പനിയാണ്, എനിക്കും അതേപോലെ തന്നെ സെന്നുൻ്റെ അപ്പാക്കും അജുക്കൊക്കെ പനിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയാക്കി വരുന്നതുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേണം സെന്നുവിൻ്റെ ഉപ്പാക്കൊക്കെ കഞ്ഞി കൊടുക്കാനായിട്ട്. കഞ്ഞി അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഞ്ഞി എടുത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഗുളികകളും മരുന്നുകളൊക്കെ എടുത്ത് കൊടുക്കണം. അജുവിന് നല്ല പനിയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവന് മരുന്ന് കൊടുക്കേണ്ടത്. അവനിപ്പോൾ അവിടെ ഹോളിൽ എന്തോ ഒരു പുസ്തകം എടുത്തുകൊണ്ട് എന്തോ ഒന്ന് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് വന്നത്. എന്തായാലും ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ. തലേ ദിവസം തന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ. കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ആകെ എന്താ പറയുക അലങ്കോലമായിട്ട് കിടക്കുന്ന ആ ഒരു അടുക്കള കാണുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എത്ര വയ്യെങ്കിലും എത്ര പനിയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ജോലികളും വളരെ എളുപ്പമാകും. അതായത് നമ്മൾ രാവിലെ ത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് അതൊക്കെ ഒന്നൊരു പേപ്പറിൽ എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓരോന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഡിന്നറിനും ലഞ്ചിനും സ്നാക്സും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ആ ഒരു ജോലി വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്താണ് ഞാൻ കട്ട് ചെയ്ത് വെക്കലൊക്കെ. അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കലുണ്ട്. നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പ്രത്യേകിച്ച് അടുക്കളയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫുഡ് പദാർത്ഥങ്ങളൊക്കെ നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും വേസ്റ്റ് ഫുഡ് അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് പല്ലികളും പ്രാണികളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ തലേദിവസം തന്നെ എല്ലാതും ക്ലീൻ ചെയ്തിടാനായിട്ട് പ്രത്യേകം പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അലക്കിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഇന്നലെ മടക്കി വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അതെന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അജുകുട്ടന് അത്ര മൂഡ് ശരിയല്ലായിരുന്നു കേട്ടോ. അവന് പനി ആയതുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് മടക്കി വെക്കണം. കുട്ടികളുടെ അടുത്ത് അജുവിനെ കൊടുത്തിട്ട് കുറച്ച് നേരം മടക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക. ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.